ഹലോ. നിങ്ങളിപ്പോൾ ഇന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ, എന്നാണ് സാധാരണ കേക്കിൻ്റെ വീഡിയോസും ഫോട്ടോ എല്ലാം ഇടുന്ന സമയത്ത് മ്യൂസിക് ചെയ്യുന്ന ആൾ ഇതെന്തേന്ന് ഓൺ വോയിസ് വന്നതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമാണേ ഓൺ വോയിസ് ചെയ്യണമെന്ന്. പക്ഷെ ധൈര്യമില്ലാത്തതുകൊണ്ടാണ്, എന്തോ ഒരു പേടി. ഓൺ വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ലയോ, ആൾക്കാർ എങ്ങനെ കളിയാക്കുമോ എന്നുള്ളൊരു പേടിയെല്ലാം കൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാണ്ടിരുന്നത്. പക്ഷെ ഇന്ന് എവിടുന്നോ കിട്ടിയൊരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ഓൺ വോയിസ് ചെയ്യാമെന്നുള്ള തീരുമാനത്തിലെത്തിയത്. ഞാനിപ്പോൾ ചെയ്യുന്ന കേക്ക് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പം അതിൻ്റെ ക്രം കോട്ടും കാര്യങ്ങളും കേക്കൊക്കെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലാസ്റ്റ് ഫിനിഷിങ് വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്, ചിലന്തി വലകട്ടേന്ന്. അപ്പോൾ എനിക്കിന്ന് ഈ കേക്കിന് ഓർഡർ തന്നത് പയ്യന്നൂർ കാരയിലുള്ള രാജു കുപ്ലേരി ബിനി, ഇവരുടെ മോൻ ഓംകാർ കുട്ടൻ്റെ പിറന്നാളിന് വേണ്ടിയിട്ടാണ് എനിക്കിന്ന് ഈ കേക്കിൻ്റെ ഓർഡർ വന്നത്. രാജു കുപ്ലേരി കാരയിലുള്ള ഫേമസ് ആയൊരു പാചകക്കാരനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫുഡിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഫുഡ്, അത് പിറന്നാളോ കല്യാണമോ എന്ത് വിശേഷമായിക്കോട്ടെ ഏതിനായാലും അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഓംകാർ കുട്ടൻ കേക്ക് മുറിക്കുന്നത് അംഗനവാടിയിൽ വെച്ചിട്ടാണ്. കുട്ടികളും കുറച്ച് പാരൻസും ടീച്ചേഴ്സും അവരച്ഛനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു കേക്ക് മുറിക്കുന്ന സമയത്ത്. അപ്പോൾ ഈ കേക്കിൻ്റെ അഭിപ്രായം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഉച്ചയ്ക്ക് ശേഷം രാജുവേട്ടനെ വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ രാജുവേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു, നല്ല അഭിപ്രായമായിരുന്നു കേക്കിനെ കുറിച്ചിട്ട്, നീ ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട, നല്ല അഭിപ്രായമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മളെ ഓംകാർ കുട്ടൻ കേക്കെല്ലാം മുറിച്ചു. കുട്ടികളിതാ വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നേ. അപ്പോൾ ഈ അംഗനവാടിയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ മോളും കൂടി ഉണ്ട്, ലച്ചു മോള്. അപ്പോൾ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മളെ ഓംകാർ കുട്ടന് ഒരുപാട് പിറന്നാൾ ആശംസകൾ നേരുന്നു.